നമസ്തേ. മെഡിക്കലും എഞ്ചിനീയറിംഗുമെല്ലാമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ജെഇ മെയിൻ 2023 രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ 6 മുതൽ. അപേക്ഷ ഇന്നു മുതൽ മാർച്ച് 12 വരെ. കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഓൺലൈൻ അപേക്ഷ മാർച്ച് ആദ്യ ആഴ്ചയിൽ. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം മെയ് 17. അലോട്ട്മെൻറ്റ് ഘടനയിൽ ഈ വർഷം നേരിയ മാറ്റങ്ങൾ. നീറ്റ് 2023 മെയ് 7. ഓൺലൈൻ അപേക്ഷ ഈ മാസം അവസാനം. കേരളത്തിൽ പ്രവേശനത്തിന് കീമിനും അപേക്ഷിക്കണം. കുസാറ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഏപ്രിൽ 29 മുതൽ മെയ് 1 വരെ ഓൺലൈനായി. അപേക്ഷ ഫെബ്രുവരി 26 വരെ. ബിറ്റ്സാറ്റ് 2023 2 അവസരങ്ങൾ. മെയ് ജൂൺ മാസങ്ങളിൽ. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏപ്രിൽ 9 വരെ. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി പഠനത്തിന് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. ഈ വർഷത്തെ CUET 2023 ഓൺലൈൻ എൻട്രൻസ് എക്സാം മെയ് 21 മുതൽ. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. മാർച്ച് 12 വരെ അപേക്ഷിക്കാം. അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് 2 അവസരങ്ങൾ. ഏപ്രിൽ 21 മെയ് 5. ഓൺലൈൻ എൻട്രൻസ് എക്സാം. എയിംസ് BSc നഴ്സിംഗ് എൻട്രൻസ് എക്സാം ജൂൺ 3. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊൽക്കത്ത പ്രവേശന പരീക്ഷ മെയ് 14. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 10 മുതൽ ഏപ്രിൽ 5 വരെ. വാർത്തകൾ വിശദമായി. ജെഇ മെയിൻ 2023 രണ്ടാമത്തെ സെഷൻ എൻട്രൻസ് എക്സാം ഏപ്രിൽ 6 മുതൽ 12 വരെയാണ് നടക്കുന്നത്. രണ്ടാമത്തെ സെഷനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ jemain.nta.nic.in എന്ന വെബ്സൈറ്റ് വഴി ആരംഭിച്ചു. മാർച്ച് 12 വരെ അപേക്ഷിക്കാം. ആദ്യ സെഷൻ ഫെബ്രുവരി 1 അവസാനിക്കുകയും 8 സ്കോർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ആ സ്കോർ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും പുതിയതായി പരീക്ഷ എഴുതുന്നവർക്കും രണ്ടാമത്തെ സെഷൻ പരീക്ഷയ്ക്ക് ഇപ്പോൾ മുതൽ അപേക്ഷിക്കാം. ആദ്യ സെഷന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ അതേ ആപ്ലിക്കേഷൻ നമ്പറിൽ തന്നെ രണ്ടാമത്തെ സെഷനും അപേക്ഷിക്കേണ്ടതാണ്. യാതൊരു സാഹചര്യത്തിലും ഒരു കുട്ടിക്ക് 2 ഓൺലൈൻ ആപ്ലിക്കേഷൻ അനുവദനീയമല്ല. ആദ്യ സെഷന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻട്രി ചെയ്ത് 6 കാര്യങ്ങളാണ് പുതിയതായി അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ജെഇ മെയിൻ 2023 രണ്ടാമത്തെ സെഷനായി കഴിഞ്ഞ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കോഴ്സുകളും സ്റ്റേറ്റ് കോഡ് എലിജിബിലിറ്റിയും ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയവും എക്സാം സിറ്റിയും പുതിയതായി അപേക്ഷിക്കണം. അതോടൊപ്പം പെർമനൻറ്റും പ്രസൻറ്റ് അഡ്രസ്സിൻ്റെയും പ്രൂഫിനായി ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് രണ്ടാമത്തെ സെഷൻ കംപ്ലീറ്റ് ചെയ്യാം. 2 പരീക്ഷകളും എഴുതുന്ന കുട്ടികളുടെ ഏറ്റവും ഉയർന്ന ടോട്ടൽ പേഴ്സൻറ്റേജ് സ്കോറാണ് ജെഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്കിന് പരിഗണിക്കുന്നത്. NITകളിലെ ബിടെക് പ്രവേശനത്തിനും ജെഇ അഡ്വാൻസ്ഡിൻ്റെ യോഗ്യത നേടുവാനും വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പേപ്പർ 1 NITകളിലെ ആർക്കിടെക്ചർ കോഴ്സിന് പ്രവേശനം ആഗ്രഹിക്കുന്നവർ പേപ്പർ 2A ബി പ്ലാനിംഗ് പ്രവേശനത്തിന് പേപ്പർ 2Bയും തിരഞ്ഞെടുക്കാം. പേപ്പർ 1 അപേക്ഷ എഴുതുന്ന ആൺകുട്ടികൾക്ക് 1000 രൂപ പരീക്ഷാ ഫീസും പെൺകുട്ടികൾക്ക് 800 രൂപ ഫീസും അടയ്ക്കേണ്ടതാണ്. രാജ്യത്ത് ആകമാനമുള്ള 31 NITകളിലെ 23,997 ബിടെക് പ്രോഗ്രാമുകൾക്കും IIITകളിലെ 6000 സീറ്റുകൾക്കുമാണ് ജെഇ മെയിൻ 2023 ഓൾ ഇന്ത്യ റാങ്ക് ഉപയോഗിക്കുന്നത്. ജനുവരിയിലെയോ ഏപ്രിൽ മാസത്തിലോ നടക്കുന്ന ഒരു എക്സാം മാത്രം എഴുതിയും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. ഏപ്രിൽ 25 ജെഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുകയും ജെഇ മെയിൻ പേപ്പർ 1 നിശ്ചിത സ്കോർ ലഭിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ട 1.25 ലക്ഷം കുട്ടികളും OBC, SC, ST വിഭാഗത്തിൽപ്പെട്ട 1.25 ലക്ഷം കുട്ടികളും ഉൾപ്പെടെ ജെഇ മെയിൻ 2023 യോഗ്യത നേടുന്ന 2.5 ലക്ഷം കുട്ടികൾക്കാണ്
JEE അഡ്വാൻസ്ഡ് എൻട്രൻസ് എക്സാം ജൂൺ 4 നടക്കുന്നത്. JEE അഡ്വാൻസ്ഡിന് യോഗ്യത നേടുന്നവർ ഏപ്രിൽ 30 മുതൽ മെയ് 5 വരെ JEE.adv.ac.in എന്ന വെബ്സൈറ്റ് വഴി JEE അഡ്വാൻസ്ഡിന് പ്രത്യേകം അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യണം. JEE മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് NIT, IIIT, GFTകളിലേക്കും JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് അനുസരിച്ച് IITകളിലേക്കും josa.nic.in എന്ന വെബ്സൈറ്റ് വഴി ജൂൺ അവസാന ആഴ്ച ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്യാം. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും മെഡിക്കൽ കോളേജുകളിലോട്ടുള്ള പ്രവേശനം കേരള മെഡിക്കൽ റാങ്ക് അടിസ്ഥാനത്തിലാണ്. NEET 2023 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും കേരളത്തിൽ അർഹതപ്പെട്ട റിസർവേഷൻ ലഭിക്കുന്നതിനും ce.kerala.gov.in എന്ന കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ മാർച്ച് ആദ്യവാരം ആരംഭിക്കും. മെഡിക്കൽ ഉൾപ്പെടെ എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ എന്നീ 4 കോഴ്സുകൾക്ക് ഓരോ കുട്ടികൾക്കും താൽപ്പര്യമുള്ളവ ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി അപേക്ഷിക്കുവാൻ സാധിക്കും. എഞ്ചിനീയറിംഗ്, ബിഫാം എൻട്രൻസ് എക്സാം മെയ് 17 ഓഫ്ലൈനായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കും. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലും ഇന്ത്യക്ക് പുറത്തും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി മുൻ വർഷങ്ങളിലെ രീതിയിൽ 2 പേപ്പറുകളിലായിട്ടായിരിക്കും ഈ വർഷവും കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം. രാവിലെ പേപ്പർ 1 ഫിസിക്സ് കെമിസ്ട്രിയും ഉച്ച കഴിഞ്ഞ് പേപ്പർ 2 മാത്തമാറ്റിക്സും 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയായിരിക്കും. സിലബസിലും ഈ വർഷം മാറ്റങ്ങളില്ല. മുൻ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഓപ്ഷൻ രജിസ്ട്രേഷന് പ്രത്യേകം ഫീസ് ചുമത്താനും നിർദ്ദേശമുണ്ട്. മെഡിക്കൽ പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ കോട്ടയിൽ ഓപ്ഷൻ രജിസ്ട്രേഷന് ഫീസ് ചുമത്തുന്ന മാതൃകയിലായിരിക്കും ഇത്. ഓൾ ഇന്ത്യ മാതൃകയിൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ മാതൃകയും ഇതോടൊപ്പം പുനർക്രമീകരിക്കാൻ സാധ്യതയുണ്ട്. ഓൾ ഇന്ത്യ മാതൃകയിൽ ഫ്രീ എക്സിറ്റ് സൗകര്യവും അതുപോലെ ഓരോ അലോട്ട്മെൻറ്റിലും പുതിയതായി ഓപ്ഷനുകൾ കൊടുക്കുവാനുള്ള അവസരവും നോൺ ജോയിനിങ് റിപ്പോർട്ടും ഈ വർഷം കേരള അലോട്ട്മെൻറ്റിലും ഉൾപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായി ഓപ്ഷനുകൾ നൽകുന്ന പ്രവണത തടയുന്നതിനാണ് ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. PWD സംവരണത്തിന് അർഹതയുള്ളവർ ജില്ലാ മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന നിബന്ധന കീം ആപ്ലിക്കേഷനിൽ നിന്ന് ഒഴിവാക്കും. ഇനി മുതൽ ഈ വിഭാഗത്തിൽപ്പെട്ടവർ അപേക്ഷ സമർപ്പിക്കുമ്പോൾ സ്പെഷ്യൽ റിസർവേഷൻ വിഭാഗത്തിൽ PWD എന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. പരീക്ഷകൾക്ക് ശേഷം ഓരോ കുട്ടിയുടെയും ജില്ലയിലുള്ള മെഡിക്കൽ കോളേജിൽ നിശ്ചിത തീയതികളിൽ നേരിട്ട് ഹാജരായി മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയാൽ മതിയാകും. അതുപോലെ കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ MBBS, BDS കോഴ്സുകൾക്കുള്ള NRI സീറ്റുകൾ 3 റൗണ്ടുകൾക്ക് ശേഷം ഒഴിവ് വന്നാൽ ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റി അലോട്ട്മെൻറ്റ് നടത്തുവാനുള്ള വ്യവസ്ഥയും ഈ വർഷം പ്രോസ്പെക്ടസിൽ ഉൾക്കൊള്ളിക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്രവേശന പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരാശ്രയ കേന്ദ്രമാണ് പാലായിലെ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന്, കേരളത്തിന് പുറത്തുനിന്ന് ഒക്കെയുള്ള വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷകൾക്ക് ഒരുങ്ങാൻ ആശ്രയിക്കുന്ന ഏറ്റവും പ്രശസ്തമായ സ്ഥാപനം. എല്ലാ വർഷവും അഖിലേന്ത്യാ തലത്തിൽ പോലും ഏറ്റവും ഉയർന്ന റാങ്ക് നേടുന്ന കുട്ടികൾ ബ്രില്യൻറ്റിൻ്റെ സംഭാവനയാണ്. അഖിലേന്ത്യാ പ്രവേശന പരീക്ഷകളിൽ ഈ വർഷം ഏറ്റവും ഉയർന്ന റാങ്ക് വാങ്ങുന്ന കുട്ടികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്രില്യൻറ്റ്. ബ്രില്യൻറ്റ് ഈ വർഷം അനൗൺസ് ചെയ്തിരിക്കുന്ന സമ്മാന പദ്ധതി നീറ്റിന് 1ാം സ്ഥാനം എത്തുന്ന വിദ്യാർത്ഥിക്ക് 1 കോടി രൂപ സമ്മാനം. JEE അഡ്വാൻസ് പരീക്ഷയിൽ 1ാം സ്ഥാനത്തെത്തുന്ന വിദ്യാർത്ഥിക്ക് 1 കോടി രൂപ സമ്മാനം. JEE മെയിനിന് 50 ലക്ഷം രൂപ സമ്മാനം. ഇങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. MBBS ഉൾപ്പെടെയുള്ള മെഡിക്കൽ പ്രവേശനത്തിനായുള്ള നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് NEET 2023 മെയ് 7 ഓൺലൈൻ ആപ്ലിക്കേഷൻ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ ഫെബ്രുവരി അവസാനം ആരംഭിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു.
ഏകദേശം 18 ലക്ഷത്തോളം കുട്ടികൾക്കായി ഒരു മാസം അപേക്ഷിക്കുവാനുള്ള സമയം ഉണ്ടായിരിക്കും. ഇന്ത്യക്ക് അകത്തും പുറത്തുമായി 600ഓളം പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉണ്ടാവുക. നീറ്റ്, ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, ESI, AFMC, ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുമെങ്കിലും കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും മറ്റു മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ പ്രവേശനത്തിനും മാനദണ്ഡമാക്കുന്നത് കേരള മെഡിക്കൽ റാങ്കാണ്. ഇതിനായി കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി കേരളത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും മെഡിക്കൽ കോഴ്സിനും അപേക്ഷ സമർപ്പിക്കണം. എന്നാൽ കേരളത്തിലെ പ്രവേശനത്തിന് നീറ്റ് അല്ലാതെ വേറെ പ്രവേശന പരീക്ഷ എഴുതേണ്ട സാഹചര്യമില്ല. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി 4 കോഴ്സുകൾക്ക് അവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാം. ഹൈദരാബാദ്, ഡൽഹി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമ്യ മില്ല, പോണ്ടിച്ചേരി തുടങ്ങിയ 49ഓളം കേന്ദ്ര സർവകലാശാലകളിലെ അഗ്രികൾച്ചർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, അതുപോലെ ആർട്സ് വിഷയങ്ങൾ തുടങ്ങി ഏകദേശം 2 ലക്ഷത്തോളം ഡിഗ്രി കോഴ്സുകൾക്കുള്ള പ്രവേശന പരീക്ഷ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET 2023 മെയ് 21 മുതൽ 31 വരെ 2 ആഴ്ചകളിലായി നടക്കുന്നു. CUET.samarth.ac.in എന്ന വെബ്സൈറ്റിൽ മാർച്ച് 12 വരെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നിവ ഉൾപ്പെടെ 13 ഭാഷകളിൽ ഏതിൽ വേണമെങ്കിലും ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എൻട്രൻസ് എക്സാം എഴുതാം. 13 ലാംഗ്വേജുകളും 20 ഓപ്ഷണൽ ലാംഗ്വേജുകളിലും 23 ഡൊമൈൻ സബ്ജക്റ്റുകളിലും ഒരു ജനറൽ ടെസ്റ്റും ഉൾപ്പെടുന്നതായിരിക്കും 2023 CUET. ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ള 10 വിഷയങ്ങളിൽ വരെ പരീക്ഷ എഴുതുവാനുള്ള സൗകര്യവും ഈ വർഷം ഉണ്ടായിരിക്കും. ഏത് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സിനാണ് നമുക്ക് താല്പര്യം എന്നതനുസരിച്ചാണ് ഈ എൻട്രൻസ് എക്സാമിൻ്റെ പരീക്ഷാ വിഷയങ്ങൾ നാം തിരഞ്ഞെടുക്കേണ്ടത്. CUET മാർക്ക് ലഭിച്ചതിന് ശേഷം ആ മാർക്ക് മുഖേന നമുക്ക് വേണ്ട യൂണിവേഴ്സിറ്റികളിൽ നാം പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യണം. മറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ, ഫയർ എഞ്ചിനീയറിംഗ്, MSc ഫോട്ടോണിക്സ് പോലെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് ക്യാമ്പസിലെ വിവിധ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനും MSc ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കുമുള്ള CAT 2023 ഓൺലൈൻ എൻട്രൻസ് എക്സാം ഏപ്രിൽ 29, 30, മെയ് 1 തീയതികളിൽ. ഓൺലൈൻ എൻട്രൻസ് എക്സാം കേരളത്തിനകത്ത് എല്ലാ ജില്ലകളിലും വെച്ച് നടക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ admissions.kusat.ac.in എന്ന വെബ്സൈറ്റ് വഴി ഫെബ്രുവരി 26 വരെ അപേക്ഷിക്കാം. മാർച്ച് 7 വരെയാണ് ഓൺലൈനായി ഫീസ് അടയ്ക്കുവാനുള്ള സൗകര്യം. എയിംസ് നഴ്സിംഗ് ഓൺലൈൻ എൻട്രൻസ് എക്സാം ജൂൺ 3. ഓൺലൈൻ ആപ്ലിക്കേഷൻ aimsexams.ac.in എന്ന വെബ്സൈറ്റ് വഴി മാർച്ച് അവസാന വാരം ആരംഭിക്കും. ഇന്ത്യയിലെ 14 എയിംസ് മെഡിക്കൽ കോളേജുകളിലെ BSc നഴ്സിംഗിന് ജൂൺ 3 നടക്കുന്ന പ്രവേശന പരീക്ഷയുടെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ആകെയുള്ള 850 സീറ്റുകളിൽ ഓരോ കാറ്റഗറിയിലും വരാവുന്ന സീറ്റുകളുടെ 4 ഇരട്ടി അർഹതയുള്ളവരുടെ റാങ്ക് ലിസ്റ്റ് aimsexams.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. ആദ്യ അലോട്ട്മെൻറ്റിന് മുമ്പായി 14 എയിംസ് സ്ഥാപനങ്ങളിൽ നമുക്ക് താൽപ്പര്യമുള്ള കോളേജുകളുടെ മുൻഗണനാക്രമം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. ഇന്ത്യയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ BSc നഴ്സിംഗിന് പ്രവേശനം ലഭിക്കുന്ന ഈ സ്ഥാപനങ്ങളിൽ നിരവധി മലയാളി കുട്ടികൾ പഠിക്കുന്നുമുണ്ട്. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇന്ത്യയിലെ പ്രമുഖ ക്യാമ്പസുകളാണ് ബിറ്റ്സിൻ്റെ പിലാനി, ഗോവ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലുള്ളത്. ഈ ക്യാമ്പസുകളിലെ വിവിധ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഒരു വർഷം 2 അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. 2023 മെയ് 22 ജൂൺ 18 ഈ വർഷത്തെ ബിറ്റ്സാറ്റ് ഓൺലൈൻ എൻട്രൻസ് എക്സാം ആരംഭിക്കുക. ഏപ്രിൽ 9 വരെ bitsadmission.com എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. 2 പരീക്ഷകളിലെയും ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോർ പരിഗണിച്ചാണ് പ്രവേശനം. 2022 +2 പാസ്സായവർക്കും 2023 വിവിധ ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാം.
+2-ന് 75% മുകളിൽ മാർക്ക് ലഭിച്ചവർക്ക് മാത്രമേ പ്രവേശനത്തിന് യോഗ്യത ലഭിക്കൂ. കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് 2023. CUETയിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ CUET.samarth.ac.in എന്ന വെബ്സൈറ്റിൽ കയറി ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനും 2 അവസരങ്ങൾ. ഏപ്രിൽ 21-നും മെയ് 5-നും ഓൺലൈൻ എൻട്രൻസ് എക്സാം. ഈ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അമൃതയുടെ 5 ക്യാമ്പസുകളിലാണ് ബിടെക്കിന് പ്രവേശനം ലഭിക്കുന്നത്. ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, അമരാവതി, അമൃതപുരി എന്നീ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനാണ് amrita.edu എന്ന വെബ്സൈറ്റ് വഴി ഇപ്പോൾ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങളിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊൽക്കത്ത ക്യാമ്പസിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് മെയ് 14-ന് എൻട്രൻസ് എക്സാം. +2 കഴിഞ്ഞവർക്കും ഈ വർഷം വിവിധ ബോർഡ് എക്സാം എഴുതുന്നവർക്കും ഓൺലൈനായി അപേക്ഷിക്കാം. എൻട്രൻസ് എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. വെബ്സൈറ്റ് isical.ac.in. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.